ഭർത്താവിൻ്റെ പ്രശ്നം എന്താ? ഭാര്യ എന്നെ മനസ്സിലാക്കത്തില്ല. മക്കളുടെ പ്രശ്നം എന്താ? അപ്പനമാരവരെ മനസ്സിലാക്കത്തില്ല. അപ്പനമാരുടെ പ്രശ്നം എന്താ? മക്കളവരെ മനസ്സിലാക്കുന്നില്ല. പാസ്റ്ററിൻ്റെ പ്രശ്നം എന്താ? എൻ്റെ വിശ്വാസം എന്നെ മനസ്സിലാക്കത്തില്ല. വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്നും എന്തുവാ? നിങ്ങളുടെ പാസ്റ്റർ മനസ്സിലാക്കുന്നില്ല. ഒറ്റ പരിഹാരമുള്ളൂ. എന്താ? നീ എന്തുവാ ഈ പ്രതീക്ഷിക്കുന്നത്? അത് അങ്ങോട്ടങ്ങ് ചെയ്യും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്തുവാ? അത് നടക്കത്തില്ല. ഞാൻ അങ്ങോട്ട് പോയി ചെയ്യുന്ന പ്രശ്നം ഇല്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്നെ സ്നേഹിക്കട്ടെ, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കട്ടെ. ഇതിനാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. നോക്കണേ. അപ്പം നോക്കിയേ, അവിടെ ആദ്യം പറഞ്ഞ ലിസ്റ്റ് എന്തുവാ? 27 വായിക്കുമ്പം, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ആദ്യം ആരെയാ സ്നേഹിക്കേണ്ട? പോലും ശത്രുക്കളെ. നമ്മൾ പറഞ്ഞത് എന്താ പറയുക? അവരെ സ്നേഹിക്കാൻ കൊള്ളത്തില്ല. They don't deserve love. അവരെങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവരെന്നോട് ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഇത് പറയത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ. നമ്മളെ പകയ്ക്കുന്നവർ, നമ്മളെ ഒഴിവാക്കുന്നവർ, നമ്മളെ ഒന്നിലും അടുപ്പിക്കാത്തവർ, നമ്മുടെ സ്ഥാനങ്ങളെ തടയുന്നവർ, നമ്മളെ പുകഴ്ത്തി പറയാത്തവർ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവർ, നമുക്ക് ദോഷം നോക്കിക്കൊണ്ടിരിക്കുക അവര്, അല്ലേ? നമ്മുടെ ദോഷം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാ, നമുക്കിട്ട് പാര വയ്ക്കുന്നവർ. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെപ്പറ്റി മോശമായിട്ട് നിങ്ങളെപ്പറ്റി ഒരിക്കലും നല്ലത് പറയുന്നത്, നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്നു, അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ്, എൻ്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാനുള്ളതെന്ന് പറഞ്ഞ ലിസ്റ്റുണ്ട്. പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്നവർ, എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ രക്ഷിക്കപ്പെടാത്ത എൻ്റെ സ്വന്തത്തിൽപ്പെട്ട എൻ്റെ അയൽക്കാർ, പിന്നെ ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ MLA രക്ഷിക്കപ്പെടണം, മന്ത്രി രക്ഷിക്കപ്പെടണം, ബാലകൃഷ്ണപിള്ള രക്ഷിക്കപ്പെടണം, എന്തൊക്കെയാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. പക്ഷെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ പേരുടെ പേരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പോയെന്ന് എഴുതിക്കേ. നിങ്ങളെ കൊണ്ട് കോടതി കയറ്റിയവർ, നിങ്ങളെ മുന്നോട്ട് കൊണ്ട് വഴക്കിട്ടവർ, നിങ്ങളുടെ അതിര് മാന്തിയവർ, നിങ്ങളുടെ ജോലി നിങ്ങൾക്കിട്ട് പാര വെച്ചവർ, ഇങ്ങനെയൊക്കെയുള്ളവരുണ്ടോ? നിങ്ങൾ പിന്നെ എന്നെ നോക്കി നടാത്തൊന്നും ഇതൊക്കെ തിരുവനന്തപുരത്തേ ഉള്ളെന്ന്. കൊട്ടാരക്കരയൊന്നും ഇല്ലയോ? ഉണ്ടേ? അതേ ഉള്ളോ? ഇന്ന് പോയൊരു ലിസ്റ്റ് എഴുതുക. എനിക്കിട്ട് പാര വെച്ചവരുടെ എല്ലാം ലിസ്റ്റ് എഴുതിക്കുക. കൊച്ചുനാൾ തൊട്ട് ആലോചിക്കണം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്കിട്ട് പാര വെച്ചവരുടെ എല്ലാവരും ലിസ്റ്റ് എഴുതുക. ഇതിലെന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നതിലൂടെ യേശു ഉദ്ദേശിക്കുന്നത്. അല്ല, ഞാനീ പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ്. എനിക്ക് ഒത്തിരി സ്പിരിച്വലായിട്ട് പറയാൻ അറിയത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വിറപ്പിച്ച് കാണിക്കാൻ അറിയത്തില്ല. വിറയ്ക്കുന്നത് തെറ്റല്ല, നല്ലതാണ്. പക്ഷേ ഇപ്പം ഞാനൊന്ന് വിറച്ചതേ നിങ്ങൾ എഴുന്നേറ്റൊന്ന് വിറച്ചേനെ, അത് വേറെ കാര്യം. പക്ഷേ വിറയിലെല്ലാം 4 ചുവനകത്ത് നിൽക്കത്തേ ഉള്ളൂ. വീട്ടിൽ പോയി ഭാര്യയോട് അതുപോലെ തന്നെ ഒന്ന് വിറയ്ക്കും. അതാ പ്രശ്നം. കാരണം നമുക്ക് തൽക്കാലം വിറയിലൊക്കെ ഒന്ന് കുറച്ചിട്ട് പ്രായോഗിക തലത്തിലേക്ക് നമുക്കൊന്ന് വരാം. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. The world is looking for practical Christians, not looking for spiritual Christians. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് അങ്ങ് അകന്നു. തിരിച്ച് പ്രായോഗികമായിട്ട് നമുക്ക് അവരിലേക്ക് ചെല്ലാം. യേശുവിൻ്റെ സ്നേഹമായിട്ട് നമ്മൾ അവരെ അല്ല വെറുക്കേണ്ടത്, അവർ ചെയ്യുന്ന പാപത്തെയാണ് നമ്മൾ വെറുക്കേണ്ടത്. യേശു പാപികളെ സ്നേഹിച്ചു, പാപത്തെ വെറുത്തു. നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ പാപികളെ അങ്ങ് വെറുക്കും, പാപത്തെ രഹസ്യമായിട്ട് സ്നേഹിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. യേശു ഇതിന് നേരെ എതിരാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശത്രുക്കളോടാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് വകുപ്പുള്ളൂ. ശരി, അപ്പം മാതൃക 3 കാര്യത്തിൽ പഠിച്ചു. എന്താ? 1 എൻ്റെ വാക്കിൽ മാതൃക, 2 എൻ്റെ നടപ്പിൽ മാതൃക, 3 എൻ്റെ സ്നേഹത്തിൽ മാതൃക. ഇനി അടുത്തത് 4 എന്തിലാണ് മാതൃക? വിശ്വാസത്തിൽ മാതൃക. ഇന്ന് നമുക്കാരോ ഒരു ഓമനപ്പേരിട്ട്, എന്താ? വിശ്വാസികൾ. പക്ഷെ നമുക്കില്ലാത്തൊരു സാധനം എന്തുവാ? പണ്ട് ആരാണ്ടൊരു പലഹാരത്തിന് പേരിട്ട് കൊടുത്തു. എന്താണ്? നെയ്യപ്പം. അതിനകത്തില്ലാത്ത എന്തുവാ? ഇതുപോലെ നമുക്കും ആരാണ്ട് പേരിട്ട് തന്നു. എന്താണ്? വിശ്വാസികൾ. ഇതാരാ പേരിട്ടത്? ബൈബിളിൽ അപ്പോസ്തലന്മാരും നമുക്ക് ആ പേരിട്ട് തന്നിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ എഴുതിയിടത്തൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാരുടെ കൂട്ടം എന്നാണ്. അവിടെ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനിയുടെ പേര് വന്നെന്നൊക്കെയാണ്. ഈ വിശ്വാസി എന്നുള്ള പേര് ആരാണോ എന്തോ ഇട്ടത്, അല്ലേ? ഇന്ന് പലപ്പോഴും നമുക്ക് ഇല്ലാതിരിക്കുന്നൊരു കാര്യം എന്താണ്? വിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറഞ്ഞത് 1 എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്, ദൈവത്തോട് പൂർണ്ണമായ ഒരു വിധേയത്വം. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ?
എന്നാൽ ദൈവത്തിലുള്ള എന്താണ്? ദൈവത്തോടുള്ള പൂർണ്ണമായ ഒരു വിധേയത്വം. എന്തു വന്നാലും ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല. കാര്യം ഞാൻ നിന്നിൽ അതുപോലെ വിശ്വാസം വെച്ചിരിക്കുക. ഒരിക്കൽ ശിഷ്യന്മാർ പറഞ്ഞേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോവും അല്ലേ? നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും. സത്യമാ, ഇറ്റ്സ് എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല. എല്ലാവരും പോയാലും ഞാൻ പോകത്തില്ല. ഈ ദൈവം നന്മ മാത്രം തരുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എളുപ്പമാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ദൈവം എന്ത് ചെയ്യും? തിന്മയും അനുവദിക്കും. തരുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, തിന്മയും അനുവദിക്കാം അല്ലേ? അപ്പോഴും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസികളെ ഇന്ന് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ ഈ നന്മ വരുമ്പോൾ മാത്രം സ്തോത്രവും ഈ പറഞ്ഞ നന്മ പോകുമ്പോഴത്തേക്കും പൊടിയും തട്ടി പോകുന്നവരല്ല. ഒത്തിരി പേരുടെ പ്രശ്നം എല്ലാം നന്നായിരിക്കും, അവർക്ക് ദൈവത്തെ വേണം, അവർക്ക് ആരാധനയും പാട്ടും കൊട്ടും ഒക്കെ ആയിട്ടിരിക്കും. പക്ഷേ എന്തേലും ഒരു താഴ്ച ജീവിതത്തിൽ വരട്ടെ, അപ്പോഴേ പോയി ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ട പോലെ അവരുടെ വിശ്വാസം പോയി. അങ്ങനെയുള്ള വിശ്വാസികളെല്ലാം നമുക്കിന്ന് ആവശ്യം. എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്. ദാനിയേൽ 3:16-17-18 വായിച്ചേ. ദാനിയേൽ 3:16-17-18. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. കണ്ടോ, ഇന്ന് പലരും അത്രയും മാത്രം പറഞ്ഞ നിർത്തികളെ. അതായത് ഒരു വലിയ ഒരു ബിംബം ഉണ്ടാക്കി നിർത്തിച്ച് അതിനെ വണങ്ങണമെന്ന് രാജാവ് കൽപ്പന ഇട്ടു. പറഞ്ഞിരുന്നതിന് മുമ്പ് എല്ലാവരും അവിടെ വീണ് കഴിഞ്ഞു. ഈ 3 പേര് മാത്രം എഴുന്നേറ്റിരിക്കുക, വീഴത്തില്ല. അപ്പം വീഴാത്തവർക്ക് എന്താണ് അവിടെ ശിക്ഷയെന്ന്? അവിടെ വലിയൊരു തീക്കൊണ്ട് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് 7 മടങ്ങ് എൻ്റെ ചൂടും കൂട്ടി. ഇത്ര ആയപ്പോഴത്തേക്കും അവർ 3 പേരും തൻ്റെ ഇടത്തോടെ പറയുക, രാജാവേ, ഞങ്ങൾ വീഴത്തില്ല, ഞങ്ങൾ വണങ്ങത്തില്ല, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ ഞങ്ങൾക്ക് വ്യവസ്ഥയില്ല. ഓക്കെ, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അല്ലേ? അവർ ഗോഡ് വിൽ സേവ് അസ്. കൊള്ളാം. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിലും ഇനി ഒരു പക്ഷേ ദൈവം വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവിൻ്റെ ദേവന്മാരെ ഞങ്ങൾ സേവിക്കുകയില്ല. ഇതാണ് സ്ട്രോങ് കമ്മിറ്റ്മെന്റ്. നമ്മളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? എന്നെ ദൈവം വിടുവിച്ചാൽ ദൈവം ദൈവമാണ്, ഈ ദൈവത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും. പക്ഷേ ഇൻ കേസ് ദൈവം എന്നെ കൈവിട്ടാൽ പിന്നത്തെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണമെങ്കിൽ എന്നെ വിടുവിച്ചോണം, എങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. പക്ഷേ ദൈവത്തിന് അങ്ങനെയുള്ളവരല്ല വേണ്ടത്, അങ്ങനെയുള്ളവരല്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പോഴും പറയാറുണ്ട്, ഫെയ്ത്ത് ഈസ് ആക്ടിങ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ദൈവവചനം പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്നതാണ് വിശ്വാസം. എന്താണ് ദൈവവചനം പറഞ്ഞത്? യഹോവയല്ലാതെ മറ്റൊരു ദൈവത്തെയും നീ വണങ്ങരുത്, നമസ്കരിക്കരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കുകയും നമസ്കരിക്കുകയും ചെയ്യരുത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. അതനുസരിച്ചു ഈ ബാലന്മാർ, ശരിയല്ലേ? അതനുസരിച്ചു. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് എന്താണ് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ്, അവരുടെ ഉള്ളിലുള്ള അവരുടെ വികാരം പറഞ്ഞു കാണും, ഒരു കാര്യം ചെയ്യും, ഈ അന്യരാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, തൽക്കാലം അങ്ങ് വണങ്ങിക്കോ, കുഴപ്പമില്ല, ആരും ഇവിടെ ഇല്ലല്ലോ. മാത്രമല്ല ഇതിപ്പം പിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ, ഇവിടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ഇപ്പം നിങ്ങളങ്ങ് വീഴ്, ഇപ്പോൾ ഒന്ന് വീഴ് കഴിയുമ്പോൾ പിന്നെ രാജാവ് നിങ്ങളെ വലിയ ആളാക്കും. അന്ന് ആ 3 പേരും വീണിരുന്നെങ്കിലോ ഇന്ന് നമ്മളിപ്പോൾ അവരെ പറ്റി പറയുമായിരുന്നോ? ഇന്ന് പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഇന്ന് ഈ കുടുക്കിൽ ഒരുപാട് വിശ്വാസികൾ വീഴുന്നു. നിങ്ങളിപ്പോൾ ഒന്ന് കണ്ണടയ്ക്കുക. അത് നാട്ടിലെ രീതി അങ്ങനെയാണ്, അത് കൊടുത്തേ പറ്റൂ. അത് ആധാരം കുറച്ച് വില കുറച്ച് വെക്കാതെ ആരാ അവിടെ എഴുതിയത്? പറ, ഈ പഞ്ചായത്തിൽ ആരെങ്കിലും ഉള്ള വില വെച്ച് വസ്തു വിൽക്കുകയോ മേടിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതങ്ങനാ. നിങ്ങളിപ്പോൾ ഒന്ന് കുനിഞ്ഞേര്. നമ്മളെല്ലാം കുനിയുന്നവരാ പ്രിയപ്പെട്ടവരെ. പക്ഷേ അവരെന്തോ പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ ദൈവം വിടുവിക്കും, ഇനി ഒരു പക്ഷേ വിടുവിച്ചില്ലെങ്കിലും ഇയാൾ പറഞ്ഞ് ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള വികാരത്തെ അല്ല അവരനുസരിച്ചത്. അടുത്തത്, ഇൻസ്പൈറ്റ് ഓഫ് ദർ എൻവയൺമെൻറ്റ്, സിറ്റുവേഷൻ അറൗണ്ട്, അവർ ചുറ്റുപാടുമുള്ളത് നോക്കിയില്ല. ചുറ്റുപാടുമുള്ളത് നോക്കിയപ്പോൾ എന്തായിരിക്കും അവർ കണ്ടത്? മുഴുവൻ പേരും വീണ് കിടക്കുക. ഇത് നമ്മുടെ ഒരു പ്രശ്നം. എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്കും ചെയ്യാം, എല്ലാവരും അങ്ങനെ ആണെങ്കിൽ നമുക്കും അങ്ങനെ ആവാം. ഇതാണ് നമ്മുടെ വേറൊരു പ്രശ്നം.
പക്ഷെ അവർ ചുറ്റും നോക്കിയപ്പം എഴുന്നേറ്റിരിക്കുന്ന ആരെയും അവർ കണ്ടില്ല. ഇവർ 3 പേര് ഒഴികെ ആരും നിൽക്കുന്നില്ല. നമ്മളെപ്പോഴും പറയുന്ന ചോദ്യമുണ്ട്, ഈ പറയുന്ന പോലൊക്കെ ജീവിക്കുന്ന ഒരാളെ കാണിച്ച. അങ്ങനെ ആരെയും കാണിച്ചു തരാൻ കാണത്തില്ല നിങ്ങളുടെ നാട്ടിൽ. നിങ്ങളൊരാളെങ്ങനെ കാണിച്ചു കൊടുക്കണം. എത്ര പേര് രാമയും പറയും? ഇന്നെല്ലാവരുടെ എന്നോട് എത്രയെങ്കിലും പേര് ചോദ്യമാണ്, ബ്രദറെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന വല്ലവരും ഉണ്ടോ ബ്രദറെ? നിങ്ങളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സഭയിൽ ഒരിക്കലൊരു ദേവാസം വന്നൊരിക്കൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നൊരു ദേവാസനാണ്. നല്ലൊരു ബൈബിൾ ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ബൈബിൾ ക്ലാസ് എടുത്ത് ഈ ഗിരിപ്രഭാഷണമായിരുന്ന വിഷയം. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം സൗകര്യമാരുടെ ഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നുണ്ട്. അടുത്തൊരു സ്ത്രീയോട് പറഞ്ഞു, ഇങ്ങനൊന്നും ജീവിക്കുന്ന മനുഷ്യർ ലോകത്ത് കാണത്തില്ല. ഈ പറയുന്ന പോലെ, ഇയാൾ പറയുന്ന പോലെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കേട്ട സഹോദരി അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. ഉടനെ ഈ അടുത്തിരുന്ന അമ്മച്ചി, ഈ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്ന ആളാണോ? ഉടനെ ഈ സഹോദരി പറഞ്ഞു, ആ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതെങ്ങനെ നിനക്കറിയാം ആ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്ന? ഈ പറയാൻ കൊള്ളാം, ഈ മനുഷ്യൻ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളാണോ? ഉടനെ ആ സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവാ പറയുന്നത്. നല്ല നേരം ആ സഹോദരി പിന്നീട് ഈ കഥ ഞങ്ങളോട് പറഞ്ഞപ്പോൾ, ഈ അമ്മച്ചി ആരാന്ന് ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല ആരാന്ന്. ഞാൻ ആലോചിക്കുക, അമ്മച്ചിയുടെ ചമ്മലെ. എനിക്കറിയാം, ആ ദേവദാസനെ അറിയാം, അദ്ദേഹം അതുപോലെ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിന്നുകൊണ്ട് പുറത്തുനിന്നുകൊണ്ട് പറഞ്ഞ്, എൻ്റെ ഭർത്താവാ പറയുന്നത്, അങ്ങനെ അയാൾ ജീവിക്കുന്നത് എനിക്കറിയാം, ഞാൻ സാക്ഷിയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മളെപ്പറ്റി അങ്ങനെ സാക്ഷി പറഞ്ഞ് എന്ത് നല്ലതായിരുന്നു അല്ലേ? എന്ത് നല്ലൊരു സാക്ഷി വരാൻ അങ്ങനെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ. അപ്പം ഞാനീ പറഞ്ഞത്, അപ്പോൾ ചുറ്റുപാടും നോക്കിയാൽ വേറെ ആരും ഇതുപോലെ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ നിവർന്നു നിൽക്കും. ഇനി അടുത്തത്, ഫെയ്ത്ത് ഈസ് ആക്ടിങ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ സ്പൈറ്റ് ഓഫ് കോൺസിക്വൻസസ് അഹെഡ്. അതായത് ഞാൻ ഇപ്പോൾ വീണില്ലെങ്കിൽ തീച്ചൂള 7 ഇരട്ടി ചൂടും കൂട്ടിയിട്ടിരിക്കുക. അതിൻ്റെ അർത്ഥം മരണം എന്നെ കാത്തു നിൽക്കുന്നു, ശിക്ഷ എന്നെ കാത്തു നിൽക്കുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ആദ്യത്തെ എൻ്റെ ഉള്ളിലുള്ള വികാരത്തെ ഞാൻ ജയിച്ചു, അടുത്ത എൻ്റെ ചുറ്റുപാടുകൾ നോക്കിയപ്പോഴും ഞാൻ ജയിച്ചു. പക്ഷെ തീച്ചൂള കണ്ടപ്പോഴത്തേക്കും ഞാൻ അറിയാതെ അങ്ങ് വീണ് കാണും വിഗ്രഹത്തിൻ്റെ മുമ്പേ, അല്ലേ? പക്ഷേ ഈ തീച്ചൂള ചൂടാക്കിയിടുന്ന കണ്ടിട്ടൊന്നും അവർ വീണില്ല. അവരപ്പോഴാണ് പറഞ്ഞത്, എന്താ ഇതിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി ഒരു പക്ഷേ വിടുവിച്ചില്ലെങ്കിലും നീ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യത്തില്ല. ഇനി പറ, അവരുടേത് വിശ്വാസമായിരുന്നോ? ആയിരുന്നോ? അവരെ വിളിക്കണം വിശ്വാസമില്ല, നമ്മളെ അല്ല. അവരെ വിശ്വാസം എന്ന് വിളിച്ചാൽ അതിന് എന്തോ അത് ചേരും, ആ പേര് അവർക്ക്. ഇത് ചുമ്മാ നമ്മൾ എന്തോ ഉണ്ടെന്ന് ഈ വിശ്വാസം എന്ന് വിളിക്കുന്നത്. ചുറ്റുപാടുള്ള ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന് വില കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ വീണിരിക്കും. ഇതാ ഇന്നത്തെ ഒരു ആവറേജ് വിശ്വാസിയുടെ അവസ്ഥ. നമുക്ക് മാനസാന്തരപ്പെടേണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്ക് അനുഭവിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ? നമുക്കൊരു മടക്കി വരവ് ആവശ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ആദിമസഭയെന്നും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്നൊക്കെ നമ്മൾ പാട്ടുപാടും. അതിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരണ്ടേ പ്രിയപ്പെട്ടവരെ? അതിനുവേണ്ടിയാ ദൈവം നമുക്ക് ഈ ക്ലാസ്സുകളൊക്കെ ദൈവം തരുന്നതെന്നുള്ള ഓർത്തോ. ഓക്കെ, അപ്പോൾ എ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ടു ഗോഡ്, അതാണ് വിശ്വാസം. അതിൻ്റെ കൂടെ എ സ്ട്രോങ് കോൺഫിഡൻസ് ഇൻ ഗോഡ്, എൻ്റെ ദൈവത്തിലുള്ള ആ അകമഴിഞ്ഞ വിശ്വാസം, അതായത് അവനിലുള്ള ആശ്രയം, അതും കൂടിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. മത്തായി 8:10 വായിച്ചാട്ടെ. മത്തായി 8:10. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാനൊരു സത്യം പറയട്ടെ, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് യേശുവിന് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ പറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പുറജാതിക്കാരെത്തിയ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ശതാധിപൻ, അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു കനാന്യ, ഇങ്ങനത്തെയുള്ള ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ട് യേശു പറയും, ഷോ, ഇത്രയും വിശ്വാസം ഞാൻ ഇസ്രായേലിലെങ്ങും കണ്ടിട്ടില്ല. ഒരു സ്ത്രീ തിരക്കിനിടയിൽ കൂടെ തിക്കി ചെന്ന് വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടു. യേശു, ഇതെന്തോ ഇത്, അല്ലേ? വേറൊരു വാക്കി പറഞ്ഞാൽ യേശുവിനെ ഞെട്ടിച്ച് കളഞ്ഞവർ അവരുടെ വിശ്വാസം കൊണ്ട്. ശരിയല്ലേ? എന്നാൽ എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് യേശുവിനെ ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരിച്ച് യേശു ശിഷ്യന്മാരെ നോക്കി എപ്പോഴും എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയാം?
എവിടെ പോയടേ നിൻ്റെയൊക്കെ വിശ്വാസം? അല്പവിശ്വാസികളെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും വിശ്വാസം ഇല്ലയോ? ഈ 3 പരാമർശമാണ് തൻ്റെ ശിഷ്യന്മാരെ പറ്റി യേശു പറഞ്ഞത്. എന്തൊക്കെയാ? എവിടെ പോയി നിൻ്റെയൊക്കെ വിശ്വാസം? അടുത്തത് അല്പവിശ്വാസികളെ. അടുത്തത് ഇത്രയൊക്കെ ആയിട്ടും വിശ്വാസമില്ലേ? ഇതാണ് സ്വന്തം ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ നോക്കി എന്താ പറഞ്ഞത്? അയ്യോ, ഇത്രയും വിശ്വാസം ഞാനിവിടെ കണ്ടിട്ടില്ല, ഈ ഇടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരുടെയും. കണ്ടോ? അവരുടെ വിശ്വാസം കൊണ്ട് അവർ ഞെട്ടിച്ചു കളഞ്ഞു യേശുവിനെ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം കൊണ്ട് നമുക്ക് യേശുവിനെ ഞെട്ടിക്കാൻ പറ്റുമോ? യേശു തലേക്ക് വെച്ചത് ഇവൻ പോയി അപ്പോസ്തലിക സ്കൂളല്ല, ഇവൻ പോയി ഇനി 30 വർഷം പഠിച്ചാലും ഇവൻ്റെ വിശ്വാസം തലേക്ക് കയറത്തില്ലല്ലോ. നോക്കണേ, അതിൻ്റെ 26-ാം വാക്യം, മത്തായി 8:26. അല്പവിശ്വാസികളെ. ആണോ? ആരോടായി പറയുന്നത്? നമ്മളെ നോക്കി യേശു എന്താ വിളിക്കണ്ടേ? വിശ്വാസികളെ എന്ന് വിളിക്കണോ? അല്പവിശ്വാസികളെ എന്ന് വിളിക്കണോ? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ. ഒരു കാറ്റും കോളും വന്നപ്പോഴത്തേക്കും വിശ്വാസം പോയി, എല്ലാം പോയി. യേശു എഴുന്നേറ്റ് വിളിച്ച വിളിയ എന്താണ്? അല്പവിശ്വാസികളെ. മത്തായി 15:28 വായിച്ചാട്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? വേറൊരു സ്ത്രീയെ നോക്കിട്ട് പറയാം, നിന്റെ വിശ്വാസം വലിയത്. ശിഷ്യനെ എന്തോ വിളിച്ചത്? ഒരു സ്ത്രീയോട് എന്തോ പറയുന്നത്? നിന്റെ വിശ്വാസം വലുത്. നോക്കണേ, ശരിക്കും പറഞ്ഞാൽ ഈ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കാ വലിയ വിശ്വാസം വേണ്ടിയത്. പക്ഷെ അവന്മാർക്ക് ഈ കൂടെ നടന്നിട്ട് ഈ വലിയ വിശ്വാസമില്ല, അല്പവിശ്വാസികളാണ്. ഈ കൂടെ നടക്കാത്ത പാവം സ്ത്രീയോട് പറയാം, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. ഇതാരാ പറഞ്ഞത്? യേശു തന്നെ പറഞ്ഞേ. ഒട്ടും അതിനകത്ത് എക്സാജറേഷൻ ഇല്ല, ഉള്ളതാ പറഞ്ഞേ. നമ്മളിലേക്ക് നോക്കുമ്പം വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്, അല്ലേ? മനുഷ്യത്വം വരുമ്പോൾ എന്ത് കണ്ടെത്തുമെന്നാ? അന്ന് അത്ഭുതങ്ങൾ കാണുമെന്നല്ല, അന്ന് ആരാധന കാണുമെന്നല്ല, വിശ്വാസം കാണുമെന്നാണ് ചോദിക്കുന്നത്. അന്ന് വിശ്വാസം കാണത്തില്ലെങ്കിൽ ആരാധന കാണും കേട്ടോ. അന്നും വലിയ അത്ഭുതങ്ങളും നടക്കും. നമ്മൾ ചെന്ന് പറയും, എന്തോ പറയും? ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ചെയ്തു. ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നെയല്ലേ ഞങ്ങൾ ആരാധിച്ചത്? ആരാധിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയാനിടയാവരുത്. വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ നമ്മൾ എടുക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം 4 കാര്യങ്ങൾ കണ്ടു മാതൃക. ഏതാ? വാക്ക്, നടപ്പ്, സ്നേഹം, വിശ്വാസം. ഇനി ഏതാ? ഒന്നുകൂടെ ഉണ്ട്, നിർമ്മലത. നിർമ്മലത, പ്യൂരിറ്റി, നൈർമല്യം, നിർമ്മലം. മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എവിടാ ശുദ്ധി വേണ്ടത്? ഹൃദയത്തിൽ. നമുക്ക് മോഹം ശുദ്ധി ചെയ്യാം, വാ ശുദ്ധി ചെയ്യാം, ശരീരം ശുദ്ധി ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ എന്താണ് ദൈവം നോക്കുന്നത്? ദൈവം ഇങ്ങോട്ട് ആരൊക്കെയാ മക്കളെ രാവിലെ കുളിച്ചിട്ട് വന്നതും കുളിക്കാതെ വന്നതും ചോദിക്കുമോ? പല്ല് വെച്ചവർ ആരൊക്കെയാന്ന് ചോദിക്കുമോ ദൈവം? ദൈവം ചോദിക്കുന്നത് എവിടാ? ഹൃദയം ശുദ്ധിയുണ്ടോ? നമ്മളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എത്ര നേരം കണ്ണാടി മുമ്പ് വെച്ച് നിങ്ങളൊക്കെ നിന്നു? എന്തുവാ നിങ്ങൾ നോക്കിയത്? മോഹം ശുദ്ധി ഉണ്ടോയെന്നാണ് നോക്കിയത്, ശരിയല്ലേ? മുടിയൊക്കെ എങ്ങനെയിരിക്കുന്നതെന്ന് നോക്കിയത്. ദൈവം നോക്കി നിങ്ങൾ മുടി എങ്ങനെ കെട്ടിവെച്ചെന്നല്ല, ദൈവം നോക്കുന്നതിൻ്റെ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടോ എന്നാണ്. കാര്യം മനസ്സിലായോ? യോഹന്നാൻ 1:47 ഒരു മനുഷ്യനെ കണ്ടിട്ട് യേശു പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. യോഹന്നാൻ 1:47, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ എന്തില്ല? കപടമില്ല, കാപട്യമില്ല, എ മാൻ വിത്തൗട്ട് ഗൈൽ. നമ്മളെ നോക്കി ദൈവം അത് പറയുമോ? ദേ ഒരു ശരിക്കുള്ള കൊട്ടാരക്കരക്കാരനിരിക്കുന്നു, എന്തില്ല അവന്? കാപട്യമില്ല. പറയാൻ പറ്റുമോ? നമ്മളെപ്പറ്റി എങ്ങനെ പറയാൻ പറ്റുമോ? അല്ലേ? ശരിക്കൊരു വിശ്വാസം ഇരിക്കുന്ന അവളിൽ എന്തില്ല? കാപട്യമില്ല. അവൾ ഊവെന്നേ പറയത്തുള്ളൂ, ഇല്ല ഇല്ല എന്ന് പറയും. നമ്മളവിടെ ഉവ്വില്ല എന്ന് പറയുന്നത്. ഊവെന്ന് പറഞ്ഞാൽ ഊവ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രയേ ഉള്ളൂ. ലെറ്റ് യുവർ യെസ് ബി യെസ് ആൻഡ് ബി യുവർ നോ ബി നോ, അത്രയേ ഉള്ളൂ, അല്ലേ? കാപട്യമില്ലാത്തവർ, അതാണ് ഈ ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. ഇനി ഈ ഹൃദയം മാത്രം ശുദ്ധമായ പോരാ, എന്ത് ചെയ്യണം? 6:1, മത്തായി 6:1.
മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പിൻ സൂക്ഷിപ്പിൻ. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ കാണേണ്ടതിന് എന്തൊക്കെയോ ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? യുവർ മോട്ടീവ്സ് ആർ നോട്ട് പ്യുവർ. നിന്റെ ഉദ്ദേശം ശുദ്ധമല്ല. അപ്പം ഹൃദയം ശുദ്ധമായിരിക്കണം. അടുത്തത് ഉദ്ദേശം ശുദ്ധമായിരിക്കണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഹൃദയം ശുദ്ധമാണെന്നൊക്കെ നമ്മളങ്ങ് പറയും, കാരണം ആരും അറിയുന്നില്ലല്ലോ. പക്ഷേ ഉദ്ദേശം ശുദ്ധമല്ല. സദൃശ വാക്യത്തിൽ നിന്നൊരു വാക്യം നമുക്ക് നോക്കാം. 16-ാം അധ്യായം 2-ാം വാക്യം. Proverbs 16:2. സദൃശ വാക്യം 16:2. സദൃശ വാക്യം 16:2. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. കേട്ടോ, പുറമേ ഉള്ളതെല്ലാം നന്നായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അകമാണ് ദൈവം നോക്കുന്നത്. 21:2 കൂടെ വായിച്ചാട്ട്. 21:2. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എല്ലാം കണ്ണിപ്പൊടിയിടാം. പക്ഷെ ഇത് എന്തിനാണ് ചെയ്തതെന്നുള്ളത് ആരെ അറിയുന്നുള്ളൂ? ദൈവം അറിയുന്നു, അല്ലേ? നമ്മൾ ചെയ്ത പ്രവൃത്തിയെ മനുഷ്യൻ കണ്ടുള്ളൂ. എന്തിന് ചെയ്യുന്നുള്ള ആര് കണ്ടു? ദൈവം കണ്ടു. അതുകൊണ്ടാണ് യേശു നമ്മളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, നിങ്ങൾ ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമല്ലോ? ഒന്ന്, നിങ്ങളെങ്ങനെ ഉപവസിക്കരുത്, നിങ്ങളെങ്ങനെ ധർമ്മം കൊടുക്കരുത്, നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കരുത്. നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ലേ പഠിപ്പിക്കേണ്ടത്? എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഉപവസിക്കണം എന്നല്ലേ? യേശു പറഞ്ഞ അതുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചാണ് പഠിപ്പിക്കട്ടെ. എങ്ങനെ ഉപവസിക്കരുത്, അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും ഇതൊക്കെ ചെയ്യാം. ശരിയല്ലേ? അപ്പം മോട്ടീവ്സ്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതാ ദൈവം നോക്കുന്നത്. അപ്പം ഹൃദയത്തിൻ്റെ ശുദ്ധി മാത്രമല്ല, ഉദ്ദേശത്തിൻ്റെ ശുദ്ധിയും ദൈവം നോക്കുന്നു. അടുത്തത് 1 തിമോഥെയോസ് 5:2. നമ്മുടെ ബന്ധങ്ങളിലുള്ള ശുദ്ധിയും ദൈവം നോക്കുന്നു. അവർ പ്യൂരിറ്റി ഇൻ റിലേഷൻഷിപ്സ്. അതൊക്കെ എന്താ? 1 തിമോഥെയോസ് 5:2 നമ്മൾ വായിച്ചതാ രാവിലെ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. കണ്ടോ, അതിൻ്റെ അർത്ഥം എന്താ? പ്യൂരിറ്റി ഇൻ അവർ റിലേഷൻഷിപ്സ്. നമ്മുടെ ബന്ധങ്ങളിലും എന്ത് കാക്കണം? പ്യൂരിറ്റി, നിർമ്മലത കാക്കണം. എങ്ങനെ കാക്കണം? മൂത്ത സ്ത്രീകളെ എങ്ങനെ കരുതാവൂ? മൂത്ത പെങ്ങന്മാരെ പോലെ കരുതാവൂ. ഇളയ സഹോദരിമാരെ നമ്മൾ എങ്ങനെ കരുതാവൂ? ഇളയ പെങ്ങന്മാരെ പോലെ കരുതാവൂ. നിങ്ങളും തിരിച്ച് ഈ സഹോദരന്മാരെ എങ്ങനെ കരുതാവൂ? സ്വന്തം സഹോദരന്മാരെ പോലെ കരുതണം. ഞാനത് പറയുന്നതിന് അല്പം കടത്തി പറയട്ടെ. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഏരിയാസിൽ വീഴ്ച പറ്റുന്നത് എവിടെ തന്നെയാണ്? സഭയിൽ തന്നെയാണ്. നമ്മൾ പുറത്തെ കാര്യങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ പലതും വായിക്കുന്നുണ്ട്. ഒട്ടും മോശമല്ല സഭയ്ക്കകത്ത്. ഞാൻ ഈ ഒരുപാട് പാസ്റ്റർമാരുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് എനിക്കറിയാം. പല പരാതികളും, പ്രത്യേകിച്ച് യുവാക്കളായ പാസ്റ്റർമാർ, ശുശ്രൂഷകന്മാരെ പറ്റി ഒരുപാട് പരാതികൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഒരുപാട് വീട്ടിൽ ചെന്ന് പല പരാതികൾ അവരെ പറ്റി കേൾക്കുന്നു. അവിടെ ശുശ്രൂഷയുടെ പേര് പറഞ്ഞാലും ആത്മീയ ശുശ്രൂഷയുടെ പേര് പറഞ്ഞാലും ഒരിക്കലും ഈ ഒരു അതിർവരമ്പ് വിട്ട് നമ്മൾ പോകാൻ പാടില്ല. ഏതാണ്? നമ്മുടെ ബന്ധങ്ങളിലുള്ള നിർമ്മലത, ബന്ധങ്ങളിലുള്ള ആ ശുദ്ധി നമ്മൾ സൂക്ഷിക്കണം. ഹൃദയത്തിൽ ശുദ്ധി, ഉദ്ദേശത്തിൽ ശുദ്ധി, ബന്ധങ്ങളിൽ ശുദ്ധി. അത് സെയിം സെക്സ് ആൻഡ് ഡെഫിനറ്റ്ലി വിത്ത് ഓപ്പോസിറ്റ് സെക്സ് ഓൾസോ. നമ്മൾ തമ്മിലും നമ്മുടെ എതിർലിംഗത്തിൽപ്പെട്ടവരോടും നമ്മൾ ആ നൈർമല്യത നമ്മൾ പുലർത്തിപ്പോയേ പറ്റൂ. അടുത്തത്, നമ്മുടെ പ്രവൃത്തികളിലും ഇതേ ശുദ്ധി നമ്മൾ പാലിക്കണം. ഗലാത്യ ലേഖനം 6:8, ഗലേഷ്യൻസ് 6:8. ഗലാത്യർ 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ വിതച്ചാൽ എന്തിൽ നിന്നേ കൊയ്യൂ? നാശം. ആത്മാവിലാണെങ്കിലോ നിത്യജീവൻ. പലപ്പോഴും നമ്മൾ ആ ജഡത്തിൻ്റെ ഒരു തിരത്തള്ളലിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ജഡത്തിലങ്ങ് നമ്മളങ്ങ് വിതയ്ക്കും, ഹോപ്പിംഗ് ദാറ്റ് സംതിങ് വി വിൽ റീപ്പ് ഇറ്റേണൽ. നോ, അതിൽ നമുക്ക് എന്താണ് നമ്മൾ കിട്ടിയത്? നാശം.
അല്പം ഒരു പണത്തോടുള്ള ആർത്തി നിമിത്തം നമ്മൾ ശുശ്രൂഷ ചെയ്തെന്നിരിക്കട്ടെ, അല്ലേ? എൻ്റെ ജഡത്തിൽ കുറച്ച് പണം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. അതിൽ കൂടെ എന്താ പറ്റിയെന്ന് ചിലപ്പം ഒരു നാശമായിരിക്കും വരുന്നത്. തിരിച്ച് സാരമില്ല, എൻ്റെ ദൈവം പറഞ്ഞ ശുശ്രൂഷ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്താൽ എന്തു പറ്റും? നിത്യജീവൻ കൊയ്യും. ഇന്നത്തെ അനേക ആത്മീയ ശുശ്രൂഷകളും